നമുക്ക് ആശംസകൾ കഴിഞ്ഞ് ഇനി തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ഒരു വാർത്തയിലേക്ക് പോകാം. നമ്മുടെ സുനിഷ അവിടെ കുറച്ച് നേരമായി കാത്തു നിൽക്കുകയാണ്. യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പർ ചോർന്നതിൽ ശക്തമായ നടപടിക്കൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപകരുടെ വിവരങ്ങളും ശേഖരിക്കുകയാണ്. നാളത്തെ ഉന്നതതല യോഗത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. സുനിഷ അയലൂർ, ഗുഡ് മോർണിംഗ്. തീരുമാനമാകുമോ? ഗുഡ് മോർണിംഗ് സുജയ. ഏതായാലും തീരുമാനം ആകേണ്ടതാണ് എന്നതാണ്. അതിൻ്റെ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായി തന്നെ നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട് എന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതായത് ഈ സർക്കാർ അധ്യാപകരായിട്ടുള്ളവർ ഈ ട്യൂഷൻ സെൻ്ററുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാരിലെ ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ തയ്യാറാക്കുന്നവരാണോ ഇനി വിതരണം ചെയ്യുന്നവരിലാണോ ഈ പാളിച്ച സംഭവിച്ചത് എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരിൽ നിന്ന് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അവർ തുടർ നടപടികളുമായി കടക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും കേസ് എടുത്തില്ല. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്കാകുമ്പോഴേക്കും കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെയ്യലിലേക്ക് മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. നേരത്തെ ഈ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലെ ഉടമകൾ പറഞ്ഞിരുന്നത് ഈ ഇതുമായി സഹകരിക്കും, അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ചെയ്യലടക്കം അവരുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കും അന്വേഷണ സംഘം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യാപകരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരിൽ നിന്നാണ് ഇത് പുറത്തുപോയതെന്ന് നോക്കുന്നുണ്ട്. ഈ പരീക്ഷാ പേപ്പർ എത്തുന്ന ഈ സ്കൂളുകൾ, ആ സ്കൂളുകളിലെ അധ്യാപകരോടടക്കം ഈ വിവരങ്ങൾ ചോദിക്കുമെന്നതാണ്. കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഈ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ബേസ് ചെയ്ത ഏതെങ്കിലും സ്കൂളിൽ നിന്നാണോ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നതടക്കമുള്ള പരിശോധനകൾ ഏതായാലും കർശനമായി തുടരുന്നുണ്ട് എന്നതാണ്. നാളെയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മന്ത്രിയുടെ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ചോദ്യപേപ്പർ എത്തുന്നതിൽ, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും ഒപ്പം തന്നെ ഈ സ്കൂളുകളിൽ എത്തുന്നതിലും എന്ത് സുരക്ഷയാണ് ഒരുക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടത്, ഏത് രീതിയിൽ ഇങ്ങനെയുള്ള ഈ ചോദ്യപേപ്പർ ചോരുന്നതടക്കമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏത് വിധേനയുള്ള നടപടി സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും നാളത്തെ യോഗത്തിൽ പരിശോധിക്കുമെന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ അധ്യാപകരിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത് എന്നത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടിയെടുക്കാം, ഈ അധ്യാപകർ ഈ ട്യൂഷൻ സെൻ്ററുകളുമായി ഈ ഇത്തരത്തിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. നേരത്തെയും ഇത്തരം പരാതികൾ ലഭിച്ചതാണ്. ആ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിൽ ഈ ട്യൂഷൻ സെൻ്ററുകളിലേക്ക് അധ്യാപകർ പോകുന്നത്, അത് തടയുന്നതിനുള്ള നടപടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും നാളത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നത് തന്നെയാണ്. നിലവിൽ ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ആക്ഷേപം ഉയരുന്നത് നേരത്തെ ഈ ഓണപരീക്ഷയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആ കാര്യത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീടും ഇതേ രീതിയിൽ ഇത് ആവർത്തിക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് അതില്ലാതെ അതിനുള്ള അതായത് അടുത്ത പരീക്ഷയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഇല്ലാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അത്തരത്തിൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയും ചെയ്തത്. ഈ പരീക്ഷ, ഈ ക്രിസ്മസ് പരീക്ഷയിൽ +1 ഗണിതവും SSLCയുടെ ഇംഗ്ലീഷ് പരീക്ഷയുമായിരുന്നു. ഇത് ഇനി പുനർപരീക്ഷ നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഏതായാലും മന്ത്രി കഴിഞ്ഞ ദിവസം ഇല്ല എന്നതായിരുന്നു പറഞ്ഞത്. ഏതായാലും ഈ പബ്ലിക് എക്സാം അല്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. നിലവിൽ അരക്കൊല്ല പരീക്ഷയാണ്. അതുകൊണ്ട് നിലവിൽ ഏതായാലും അത്തരം പരീക്ഷ മാറ്റി ഒരു പുതിയ പരീക്ഷ എന്നൊരു ആലോചന ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. സുജയ, ഓക്കെ, ശക്തമായ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സുനിഷ പങ്കുവയ്ക്കുന്ന വിവരം. സുനിഷ, ഇതിന്റെ തുടർ വാർത്തകളിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ പോകാം.